കഴിഞ്ഞൊരു വർഷക്കാലം എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്തുനിന്ന് ധാരാളം പേര്, പ്രത്യേകിച്ച് ജർമ്മനി, സിംഗപ്പൂർ, ചൈന, ഉഗാണ്ട, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ദേശങ്ങളിൽ നിന്ന് ചെറിയ ഗ്രൂപ്പുകൾ, വലിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറമേ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന് പോലും, അങ്ങ് നോർത്ത് നിന്ന് പോലും ധാരാളം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് ഗോവ, മാംഗ്ലൂര് ആ സൈഡിൽ നിന്നും ദിനം പ്രതി വലിയ ഗ്രൂപ്പുകളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഒരേ സമയത്ത് തന്നെ 50ഓളം ബസ്സുകൾ നമ്മുടെ ഈ ഒരു ദേവാലയത്തോട് ചുറ്റുപറ്റത്തും പാർക്ക് ചെയ്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ധാരാളം തീർത്ഥാടനങ്ങൾ കഴിഞ്ഞൊരു വർഷക്കാലം നടന്നു. കുട്ടികളുടേത്, യുവജനങ്ങളുടേത്, അമ്മമാരുടേത്, ദിവ്യകാരുണ്യ പ്രേക്ഷിതരുടേത്. അത് വാഹന തീർത്ഥാടനങ്ങളായിട്ട് നടന്നിട്ടുണ്ട്, പദയാത്രകളായിട്ട് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മെയ് 2-ാം തീയതി തൃശ്ശൂരിൽ നിന്ന് 10 വൈദികർ ഒല്ലൂരിൽ നിന്ന് നടന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് 4 വൈദികർ സൈക്കിളിന് ഇങ്ങോട്ട് തീർത്ഥാടനമായി വരികയുണ്ടായി, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച ഇവിടെ എത്തിച്ചേരുന്ന രീതിയിൽ. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, വന്നവർ വീണ്ടും വീണ്ടും വരുന്നു. അവരെല്ലാം പങ്കുവയ്ക്കുന്ന വലിയൊരു അനുഭവം എന്ന് പറയുക, അവരുടെ ഒരു ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെതായ ചില മേഖലകളിലൊക്കെ വലിയൊരു പ്രകാശം സ്വന്തമാക്കിയിട്ടാണ് അവർ പോവുക. ഉള്ള പ്രകാശം കൂടുതൽ ദീപ്തമാക്കിയിട്ടാണ് അവർ പോവുക. വചനമൊക്കെ പറയുന്നത് അതുപോലെ അനവർത്ഥമാകുന്നു. അവിടുത്തെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. ഈ തീർത്ഥാടനാലയം ഒരുപക്ഷെ സൗകര്യങ്ങൾ കൊണ്ടൊക്കെ നോക്കുമ്പോൾ തീരെ പരിമിതമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും. പക്ഷേ ഇവിടെ വരുന്ന ഒരു മനുഷ്യനും ഒരു പരാതിയുമില്ല. എല്ലാവരും വന്ന് പോകുന്നു, ആർക്കും ഒരു പരാതിയുമില്ലാതെ. ഒരു ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആരുടെയും കാലിലോ കയ്യിലോ ഒരു മുള്ളു പോലും തറയ്ക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടത്തിൻ്റെ അങ്ങനത്തെ ഒന്നുമില്ലാതെ ദൈവപരിപാലനയുടെ വലിയ നിമിഷങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ. ഇതൊന്നും നമ്മുടെ കൈകളിലല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് വേളകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു.